ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് ഇന്നലെ നമ്മൾ തയ്യാറാക്കിയ ട്രേഡിംഗ് പ്ലാൻ, ഇന്നേക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 6/9/2024 24,868 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഏതാണ്ട് 45 പോയിന്റ് മൈനസോടുകൂടി ഗ്യാപ് ഡൗൺ ആയി 24,823 എന്ന ലെവലിലാണ് ഓപ്പൺ ചെയ്തത്. ഇന്ന് ആകെ ഒരു 200-ലധികം പോയിന്റിന്റെ മൂവ്മെന്റും നമുക്ക് നിഫ്റ്റി തന്നിരുന്നു. ഒരുമാതിരി കൊള്ളാവുന്ന ഒരു ദിവസമായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഗ്യാപ് ഡൗൺ ആയി ഓപ്പൺ ചെയ്ത നിഫ്റ്റി ആദ്യമേ തന്നെ സെല്ല് ചെയ്ത് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ ലെവൽ ബ്രേക്ക് ചെയ്തു. എന്നാൽ ഡൗൺ സൈഡിൽ നിന്നും നല്ല ബൈങ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇത് സപ്പോർട്ടായി രേഖപ്പെടുത്തി. ഇത് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ, ഈ ലെവലിൽ ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ ഒന്നുകിൽ ഈ ലെവൽ ഡേയ്സ് ലോ, അതല്ലെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ലെവൽ, അതല്ലെങ്കിൽ ഈ ലെവലാണ് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ടിയിരുന്നത്, അതായത് കഴിഞ്ഞ ദിവസത്തെ ഡേയ്സ് ലോ. എന്നാൽ ആ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് ക്ലോസ് ചെയ്തു. വീണ്ടും കിട്ടിയ അപ്പ് മൂവിൽ പ്രൈസ് ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ, അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയവർക്ക് നല്ല ഒരു ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. ഒരു ATM ഓപ്ഷൻ എടുത്ത് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ 40-50 പോയിന്റിനടുക്കെ മൂവ്മെന്റ് ലഭിച്ചിട്ടുണ്ടാകാം. എന്തായിരുന്നാലും അത്രയും പോയിന്റ് ഡൗൺ സൈഡിലോട്ട് പോയി. അപ്പോൾ വീണ്ടും ഡേയ്സ് ലോ പുതിയത് തന്നു. 5 മിനിറ്റ് അതിന് താഴെ ക്ലോസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ വീണ്ടും ഒരു അപ്പ് മൂവ് ലഭിക്കാൻ കാത്തിരിക്കുമ്പോൾ തുടർന്ന് കിട്ടിയത് ഒരു ഡിക്ലൈൻ കാണിക്കുന്നതിന് പകരം ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോഴും വീണ്ടും അവിടെ നിന്നും ഒരു ചെറിയ കൺസോൾട്ടേഷൻ തന്ന് 5 മിനിറ്റിന് ഒരു ചെറിയ ഡിക്ലൈൻ തന്ന് വീണ്ടും മൂവ് ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിന് മുകളിൽ ഈ ലെവലിന്, ഈ റിജക്ഷന് മുകളിൽ ക്ലോസ് ആകില്ല, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യില്ല എന്ന് പ്രതീക്ഷിച്ച് ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് നൽകിയവർക്കും കുഴപ്പമില്ലാത്ത ഒരു 20-25 പോയിന്റിന്റെ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്നും പ്രൈസ് വീണ്ടും റിവേഴ്സായി നമ്മളുടെ പ്രധാനമായി രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവൽ, ആ ലെവലിന് മുകളിലോട്ട് വീണ്ടും കടന്നു പോവുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഈ ലെവലിൽ നിന്ന് ബൈ ചെയ്യാൻ ധൈര്യം കാണിച്ച് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാൻ അറിവുള്ളവർക്ക് സാധിച്ചിട്ടുണ്ടാവാം. എന്നാൽ വീണ്ടും പ്രൈസ് മൂവ് ചെയ്ത് ഈ റെസിസ്റ്റൻസ് ലെവലുകളെ ബ്രേക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്ത് വീണ്ടും ഒരു സപ്പോർട്ട് ലഭിക്കാൻ കാത്തുന്നവർക്ക് ഈ ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുക്കുമ്പോഴോ വീണ്ടും ഒരു എൻട്രി എടുത്ത് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയിരുന്നുവെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം പ്രതീക്ഷിക്കാമായിരുന്നു. എന്നാൽ അതിന് മുകളിലോട്ട് കിടന്നു. വീണ്ടും പ്രൈസ് ഒന്നുകൂടി ഡിസ്കൗണ്ടിൽ വന്നു. ഇവിടെ നിന്നും വീണ്ടും അപ്വേർഡ് മൂവ്മെന്റ് തന്നു. കൃത്യമായി ഈ പ്രൈസ് ആക്ഷൻ പ്രകാരം ട്രേഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റികളാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ആ തരത്തിൽ 3-4 ട്രേഡുകൾ ഇന്ന് വളരെ മാന്യമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. ഒട്ടനവധി പേർ ഇന്നത്തെ ഒരു ഓവറോൾ ടാർഗറ്റ് നല്ല 5,000-നും അതിനു മുകളിലും നേടിയ അവരുടെ P&L ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് വ്യക്തിപരമായി ഞാൻ മാർക്കറ്റിൽ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല. ചില ആവശ്യങ്ങളുമായി എനിക്ക് മാറേണ്ടി വന്നുകൊണ്ട് എനിക്ക് ട്രേഡ് ചെയ്യാനേ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാലും നന്നായി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവർ നൽകിയ സ്ക്രീൻഷോട്ടുകൾ ഒരു സന്തോഷം തരുന്നത് തന്നെയാണ്. ആർക്കായാലും ലാഭം ഉണ്ടാകുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച്. ആ തരത്തിൽ ഇന്ന് നല്ല ഒരു ലാഭമുള്ള ദിവസമായിരുന്നു എന്നറിയുന്നത് സന്തോഷം. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കാം നിഫ്റ്റിയിൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 24,890 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവൽ എന്ന് കണക്കാക്കുന്നത്. അതിന് തൊട്ട് താഴെ 24,833, തുടർന്ന് താഴോട്ട് ഇന്നത്തെ ലോ വരെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്ന അതേ ലെവൽ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവയെല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ ഈ ഏരിയ ഇത് ഇന്നത്തെ ഹൈറ്റ് ആയിട്ടും നമുക്ക് കണക്കാക്കാം. ജസ്റ്റ് ആ ലെവലിനെ ടെസ്റ്റ് ചെയ്തിരുന്നില്ല. നമ്മൾക്ക് ആദ്യമായി ലഭിക്കേണ്ടിയിരുന്ന ഈ ലെവലിൽ സപ്പോർട്ട് രേഖപ്പെടുത്തിയിരുന്നപ്പോൾ ആദ്യമായി ലഭിക്കേണ്ടിയിരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇതിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ആയാൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ എന്നായിരുന്നു പ്ലാൻ കഴിഞ്ഞ ദിവസത്തത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 25,133 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സപ്പോർട്ട് ഇന്ന് ഇപ്പോൾ ഇത്രയും അപ്വേർഡ് വന്നപ്പോൾ ഞാൻ ഈ ലെവലിലോട്ട് ഒന്ന് മാറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 24,890 ഞാൻ കണക്കാക്കുക, ഞാൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ, അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും.
പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ക്ലോസ് ചെയ്യുക എന്നതാണ്. അതായത് ഈ ലെവൽ തന്നെ, ഈ ലെവലിനെ ഒഴിവാക്കി നിർത്തിയാൽ പോലും ഈ ലെവലിലേക്ക് ഒരു ആദ്യത്തെ ടാർഗറ്റ് പ്രതീക്ഷിക്കുക എന്നാണ് ഞാൻ ചെയ്യുക. അങ്ങനെ ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ വാങ്ങും. പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ വാങ്ങും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവലുകൾ 25,085 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യാം. തുടർന്ന് 25,133 എന്ന ലെവലിലേക്കും പ്രൈസ് കിടന്നേക്കാം. നാളെ ഒരുപക്ഷെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നുകൂടായികയും ഇല്ല. എങ്കിലും നാളെ എന്തെല്ലാം ന്യൂസിന് വെളിച്ചത്തിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുക എന്ന് നമുക്കറിയില്ല. പക്ഷേ ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് എന്ത് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് പരിശോധിച്ച് മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്യാറ്. ഇത് ഒരു വെറും പ്രതീക്ഷ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു അല്പം ഉയരത്തിൽ നിന്നിട്ടാണെങ്കിൽ ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഈ ലെവലിന് താഴെയല്ല വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രൈസ് ഡിക്ലൈൻ വന്നേക്കാം കുറച്ചും കൂടി എന്നാണ് ഞാൻ കണക്കാക്കുക. പ്രധാനമായും ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാമാന്യം നല്ല സെല്ലിംഗ് ഉണ്ടായേക്കാം എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവ രേഖപ്പെടുത്തിയവ തന്നെയാണ്. 24,597 എന്ന ലെവലാണ് പ്രധാനമായും ഞാൻ പിന്നീട് ലഭിക്കാവുന്ന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. 24,696, 651, 597, 543, 521 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ തുടർന്ന് ലഭിക്കുമെന്ന് കരുതുന്നവ. ഇത്രയുമാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് നാളത്തേക്ക് വേണ്ടിയുള്ള ട്രേഡിംഗ് പ്ലാൻ. തുടർന്ന് ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 50,725 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ കാണുന്നത്. എന്നാൽ അതിനിടയിൽ ഒരു ഈ ലെവലിന് മുകളിൽ ഇവിടെയാണ് പ്രൈസ് നിൽക്കുന്നത്. മറ്റൊരു സപ്പോർട്ട് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നമുക്കറിയാം അല്പം വോളറ്റൈൽ ആണ്. അപ്പോൾ മൂവ് ചെയ്യാം എന്ന് കരുതിയാൽ 1000, 1200 പോയിന്റ് 900 പോയിന്റ് ഒന്നും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ, അതായത് 51,381 എന്ന കഴിഞ്ഞ ദിവസത്തെ ഉയരത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ അപ്വേർഡ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. അപ്പോൾ ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കടക്കുകയാണെങ്കിൽ, അതായത് ഈ ലെവലിന് മുകളിലൊക്കെ 51,517 എന്ന ലെവലിനൊക്കെ മുകളിൽ കിടക്കുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 51,693, 877, 962 എന്നിങ്ങനെയുള്ളവയാണ് പ്രധാന ടാർഗറ്റുകളായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ രേഖപ്പെടുത്തിയേക്കുന്ന ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഇന്നത്തെ ഈ 50,725 എന്ന് പറയുന്ന സപ്പോർട്ടായി രേഖപ്പെടുത്തിയ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഈ ലെവലിന് താഴെ 50,559 തുടർന്ന് ഇന്നത്തെ ലോ എന്നിവയ്ക്ക് താഴോട്ട് ഒക്കെ പ്രൈസ് മൂവ് ചെയ്താൽ അല്പം കൂടി ഡിക്ലൈൻ ആയേക്കാം എന്ന് ബാങ്ക് നിഫ്റ്റി അങ്ങനെ സംഭവിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. അതിൽ പ്രധാനമായത് 49,750 എന്ന് പറയുന്ന സപ്പോർട്ടാണ്. അതിന് മുകളിൽ 817, 963,
50,129, 280 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളവ. അപ്പോൾ അതും ബാങ്ക് നിഫ്റ്റിയുടെ ലെവലുകളും വ്യക്തമായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവൽ എന്ന് പരിശോധിക്കാം. സെൻസെക്സും നിഫ്റ്റി മൂവ് ചെയ്ത പോലെ തന്നെയാണ് ഇന്ന് മൂവ് ചെയ്തിട്ടുള്ളത്. സെൻസെക്സിൽ 81,452 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്ന ലെവല് 82,238 എന്ന ലെവലാക്കി മാറ്റിയിട്ടുണ്ട്. ആ ലെവലാണ് പ്രധാനമായി ലഭിക്കാവുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് ആയി ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യാതിരുന്നാൽ അവിടെ നിന്നും വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ 82,212 എന്ന ലെവലെല്ലാം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് അല്പം കൂടി അപ്വേർഡ് പോകാമെന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 82,153, 82,238, 473, 634 എന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവൽ. ഓക്കെ. എന്നാൽ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 81,314 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ബ്രേക്ക് ചെയ്യാതെ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ സെല്ലിംഗ് പ്രഷർ കാണിക്കുകയാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് നൽകുന്നതെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. അപ്പോൾ ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഈ ലെവലിന് താഴോട്ടൊക്കെ ബ്രേക്ക് ചെയ്താൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ ആയേക്കാമെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ലോ 80,890 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാമെന്ന് കണക്കാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 80,622, 80,449 എന്ന പ്രധാന ലെവൽ. അതുപോലെ തന്നെ 80,330, 80,094, 79,989 ആണ് പിന്നീടുള്ള പ്രധാന സപ്പോർട്ട് നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസോടുകൂടി ട്രേഡ് ചെയ്യുകയാണ് വേണ്ടത്. സ്റ്റോപ്പ് ലോസ് കൃത്യമായി പാലിക്കുക തന്നെ വേണം. ടാർഗറ്റ് നമുക്ക് 1:2, 1:3 അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു തൃപ്തികരമായ ലാഭം കിട്ടുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാൻ കഴിയണം. റോഡ് നോക്കി ഒരു വാഹനം ഓടിക്കുന്നത് പോലെ തന്നെ ആണ് ചാർട്ട് നോക്കി ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത്. കൃത്യമായ സമയത്ത് കൃത്യമായ തീരുമാനമെടുക്കാനുള്ള ഒരു പ്രാവീണ്യം അത് കുറച്ചു കാലം ട്രേഡ് ചെയ്ത് മാത്രമേ ആർക്കും ആർജിക്കാൻ കഴിയുള്ളൂ. അത്തരത്തിൽ ഒരു ക്വിക്ക് റെസ്പോൺസ് രേഖപ്പെടുത്താൻ കഴിയുന്ന ആർക്കുമേ ഇത്തരത്തിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് പെട്ടെന്ന് ഒരു ട്രേഡിൽ എൻ്ററായി സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഏതാണെന്ന് അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. എന്നാൽ അതിനുള്ള ആക്ഷൻ എടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെയാണെങ്കിൽ മാത്രമാണ് ടാർഗറ്റുകൾ ലഭിക്കുക. അതല്ല ലോങ് ടൈം ഫ്രെയിമിലോട്ട് നോക്കി ഹോൾഡ് ചെയ്യുന്നവർക്ക് ആ തരത്തിൽ സാവധാനം ട്രേഡ് ചെയ്യാൻ കഴിയും. എന്നാൽ സാധാരണയായി ഇൻട്രാഡേ ട്രേഡർ ലാഭം കിട്ടുമ്പോൾ ചെറിയ ലാഭത്തിൽ ഇറങ്ങുകയും ലോസ് ഹോൾഡ് ചെയ്ത് വീണ്ടും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ ഹോൾഡ് ചെയ്യുകയുമാണ് ചെയ്യുക. അത് വലിയ ലോസിലോട്ട് വരാൻ കാരണമാകുന്നു. കാരണം ടൈം കടന്നു പോകുമ്പോൾ പ്രീമിയം മെൽറ്റായി പോകും. നമുക്കറിയാം ഇപ്പോഴും നമ്മളെല്ലാം അതത് വീക്കയിൽ ക്ലോസ് ചെയ്യുന്ന ഓപ്ഷനുകളാണ് ട്രേഡ് ചെയ്യുക വോളറ്റാലിറ്റി കിട്ടാനും ലിക്വിഡിറ്റി കിട്ടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ ഈ ടൈം കടന്നു പോകുമ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്ന ഓപ്ഷന്റെ പ്രൈസ് കുറഞ്ഞു പോകുന്നു, വലിയ പ്രശ്നമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ലാഭം എടുത്ത് വീണ്ടും ഒരു റീ എൻട്രിക്ക് ചെറിയ ടൈം ഫ്രെയിമുകളെ ആശ്രയിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് ടാർഗറ്റ് എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, എന്തായിരുന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഗുണകരമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റ് കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെയും നല്ല മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ, കൈനിറയെ ലാഭം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.